നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, ഞാനിപ്പോ പാറുവിനോട് സംസാരിച്ചിരുന്നു. എന്നിട്ട് അവിടെ എന്താ പുതിയ വിശേഷം? പാറുട്ടി ഗർഭിണി അച്ഛാ. അച്ഛാ, അച്ഛനെന്താ ഒന്നും മിണ്ടാത്തെ? പാറുട്ടി ഗർഭിണിയാന്നറിഞ്ഞിട്ടും അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. പാർവതി ഗർഭിണിയാണെന്നറിയുമ്പോ സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ എനിക്കിപ്പോ അതിന് സാധിക്കുന്നില്ല മോളെ. അച്ഛൻ എന്താ ഈ പറയുന്നേ? പാറു ഗർഭിണിയായതുകൊണ്ട് എന്തെങ്കിലും പറയാനുള്ളത് വിഷമകരമായ കാര്യമാണ് എന്ന് കരുതി പറയാതിരിക്കാനും സാധിക്കില്ലല്ലോ. അച്ഛൻ എന്നെ ഇങ്ങനെ ആദ്യ പിടിപ്പിക്കാതെ എന്താന്ന് വെച്ചാ തെളിച്ചു പറ മോളെ. പാർവതിയുടെ വയറ്റിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഗർഭാവസ്ഥ മുതൽ നിരവധിയായ ആപത്തുകൾ ഉണ്ടാവുമെന്നാ ഞാൻ കാണുന്നത്. മോളെ, വിധിയെ തടുക്കാൻ നമ്മൾ മനുഷ്യർക്ക് സാധ്യമല്ലെങ്കിലും ഈശ്വരന്മാർക്ക് അതൊക്കെ മാറ്റിമറിക്കാൻ സാധിക്കും. ഞാൻ മുഴുവൻ പറഞ്ഞില്ല. പാർവതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ആപത്തുകൾ വന്ന് ചേരുമെങ്കിലും ദൈവാംശമുള്ള ഒരു കുഞ്ഞിനെയാ പാർവതി വയറ്റിൽ ചുമക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ലഭ്യമായിരിക്കുന്ന ദൈവിക ചൈതന്യത്താൽ ദുരിതങ്ങളും അരിഷ്ടതകളും ഒക്കെ ഒഴിഞ്ഞു മാറും. നീ പേടിക്കാതിരിക്കേ. എന്നാലും എന്റെ പാറമോൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ. സ്വതവേ ദുർബല, അതിലും ഗർഭിണി എന്ന് പറയുന്ന പോലെയായി അവളുടെ അവസ്ഥ. അല്ലെങ്കിലേ വിഷമസ്ഥിതിയിലാ അവനും അവളും അവിടെ കഴിഞ്ഞു പോകുന്നത്. ഇതുപോലെ കഷ്ടകാലം പിടിച്ചൊരു സാഹചര്യത്തിൽ എന്റെ മോള് എങ്ങനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിക്കുക? ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. മോളെ, അപാരമായ സവിശേഷതകളുള്ള ജാതകമാ പാർവതിയുടേത്. അതുകൊണ്ട് തന്നെ അവളുടെ ഭാഗ്യയോഗങ്ങളുടെ ബലത്താൽ അവള് എത്ര വലിയ പ്രതിസന്ധികളെയും അതിജീവിക്കും. എങ്കിലും പരമേശ്വരന് ശനി ബാധിച്ചു എന്നതുപോലെ ഇപ്പൊ മുതൽ പാർവതിയുടെ സമയം വളരെ മോശമാണ്. പ്രതീക്ഷിക്കാത്ത അത്യാപത്തുകൾ പലതും അവൾ നേരിടേണ്ടി വരും. സാരമില്ല, ഉദയന്നൂരമ്മ കൂട്ടിനുണ്ടല്ലോ. പിന്നെ നമുക്കും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മോള് സമാധാനിക്ക്. എന്റെ ഉദയന്നൂരമ്മ പാർവതിയെയും അവളുടെ വയറ്റിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും കാത്തുരക്ഷിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.